ആദ്യം പത്തനംതിട്ടയിൽ റാന്നിയിൽ നിന്ന് വരുന്ന ഒരു വാർത്തയിലേക്കാണ്. പമ്പാ നദിയിൽ 3 പേർ ഒഴുക്കിൽപ്പെട്ടു. ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ തുടരുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, റാന്നിയിൽ എവിടെയാണ് ഈ അപകടമുണ്ടായത്? തെരച്ചിൽ ആരെങ്കിലും കണ്ടെത്താനായിട്ടുണ്ടോ? മുണ്ടപ്പുഴയിൽ ആണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് പുതുശ്ശേരി മല സ്വദേശി അനിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മകളും സഹോദരന്റെ മകനും അങ്ങനെ ഒരു വിവരമാണ് പ്രാഥമികമായി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഇതിലൊരു മൃതദേഹം കിട്ടി. അതൊരു കുഞ്ഞിന്റെ മൃതദേഹമാണ്. അത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന കാര്യത്തിനെ കുറിച്ച് ഒരു വ്യക്തത വന്നിട്ടില്ല. 15ഉം 14ഉം വയസ്സായ കുട്ടികളാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി ഏതാണ്ട് 4 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഒഴുക്കൽപ്പെട്ട വിവരം നാട്ടുകാർ ഒരു പ്രാഥമികമായ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഈ മൃതദേഹങ്ങൾ. എന്തായാലും ഇപ്പോൾ അടിയൊഴുക്കുള്ള മേഖലയാണ്. കാര്യമായ വെള്ളമില്ലെങ്കിലും അടിയൊഴുക്ക് രൂക്ഷമാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. മറ്റു മൃതദേഹങ്ങൾക്കായി റാന്നിയിലെയും പത്തനംതിട്ടയിലെയും ഫയർഫോഴ്സ് സംഘങ്ങൾ, സ്കൂബ സംഘങ്ങൾ ഇപ്പോൾ തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ നാട്ടുകാർ അടക്കമുള്ള സംഘവും ഈ പ്രദേശത്ത് തന്നെ തുടരുന്നുണ്ട്. എന്താണ് ഇത്തരത്തിൽ മരണ കാരണമെന്നതിനെ കുറിച്ച്, ഈ ഒഴുക്കിൽപ്പെടാൻ കാരണമെന്നതിനെ കുറിച്ച് ഇതുവരെ നമുക്ക് വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഉച്ചയോടുകൂടി വീട്ടിൽ നിന്ന് കുളിക്കാനായി ഇറങ്ങിയതാണ് ഈ മൂവർ സംഘം എന്ന ഒരു വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. അതൊരു കുഞ്ഞിന്റെ മൃതദേഹമാണ് എന്ന ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്നത്. ഈ അപകടത്തിൽപ്പെട്ടത് ആരുടെയും ശ്രദ്ധയിൽ വന്നില്ലേ? അല്ലെങ്കിൽ ഇവർ ഈ കയത്തിലേക്ക് പോയതോ ഒഴുക്കിൽപ്പെടുന്നതോ ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടുത്താനൊരു ശ്രമം നടത്താനോ ഒന്നും സാഹചര്യം ഉണ്ടായില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതായത് ഏറ്റവും ഒടുവിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ആദ്യ ഒരു കുഞ്ഞ് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ടു. അപ്പോൾ മറ്റു 2 പേരും ഇവരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങുകയായിരുന്നു പുഴയിലേക്ക് എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മൃതദേഹം ലഭിച്ചിട്ടുണ്ട്. നാട്ടുകാർ അപ്പോൾ തന്നെ ഈ മുങ്ങിത്താഴ്ന്നത് കണ്ട് 1-2 പേർ അപ്പോൾ തന്നെ ഓടി വരികയും ഈ പുഴയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു. അപ്പോഴേക്കും ഈ മൂവർ സംഘം ഒഴുക്കിൽ പൂർണ്ണമായി പെട്ടിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയും അവർ തെരച്ചിൽ നടത്തിയപ്പോഴാണ് ഒരു മൃതദേഹം ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോഴും തെരച്ചിൽ തുടരുകയാണ്. 2 പേരെ കൂടി കണ്ടെത്താൻ തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഗോകുൽ, പത്തനംതിട്ട റാന്നി ചന്തക്കടവിലാണ് 3 പേർ ഒഴുക്കിൽപ്പെട്ടത്. അതിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി. ബന്ധുക്കളാണ് ഈ ഒഴുക്കിൽപ്പെട്ടവർ. അതിൽ 2 കുട്ടികളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അധികം ആഴമുള്ള അല്ലെങ്കിൽ വലിയ വെള്ളം ഇല്ല എങ്കിൽ പോലും അടിയൊഴുക്ക് ശക്തമാണ് ആ പ്രദേശത്ത് നിന്നാണ് ശ്രീകുമാരൻ നൽകുന്ന വിവരം. ഏതായാലും ഇപ്പോഴും ഫയർഫോഴ്സും നാട്ടുകാരും അവിടെ തെരച്ചിൽ തുടരുകയാണ്.